പത്തനംതിട്ടയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കവും അക്രമവും. സ്വപ്ന ബസിന്റെ ചില്ല് എറിഞ്ഞുടച്ച നിബുമോൻ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അക്രമത്തിൽ ചില്ല് കണ്ണിൽ തുളച്ചു കയറി ബസ് യാത്രക്കാരി ജ്യോതിലക്ഷ്മിക്ക് പരിക്കേറ്റിരുന്നു. CK അബിലാലിന്റെ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് സ്വകാര്യ ബസ്സുകൾ, ഒന്ന് സ്വപ്ന, മറ്റൊന്ന് നിബുമോൻ, സമയത്തെ ചൊല്ലി മത്സര ഓട്ടം നടത്തുകയും പിന്നീട് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാവുകയുമാണ്. ആദ്യ സംഭവം ഇന്നലെ വൈകുന്നേരം 5:20 ഇലന്തൂരിന് സമീപം പുന്നളത്ത് വഴിയിൽ വെച്ചാണ് തർക്കം ഉണ്ടാകുന്നത്. നിബുമോനിലെ ജീവനക്കാരും സ്വപ്ന ബസ്സിലെ ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് യാത്ര ഏറെക്കുറെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച ഘട്ടത്തിൽ നിബുമോൻ ബസ് സ്വപ്ന ബസ്സിന് മുൻപിൽ ഓവർടേക്ക് ചെയ്ത് നിർത്തി യാത്ര തടസ്സപ്പെടുത്തുകയുണ്ടായത്. തുടർന്ന് ഇരു വാഹനങ്ങളിലെയും ജീവനക്കാർ തമ്മിൽ രൂക്ഷമായ തർക്കവും പിന്നീട് കാര്യങ്ങൾ കൈവിട്ട നിലയിലേക്ക് എത്തുകയുമായിരുന്നു. തർക്കത്തിനിടെ നിബുമോൻ എന്ന ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ ഡ്രൈവർ കല്ലുകൊണ്ട് സ്വപ്ന ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിനോട് ചേർന്ന് വലതുവശത്തുള്ള ചില്ല് കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ് ഉണ്ടായത്. ഈ സമയം ഏറെക്കുറെ ഞാനിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്ന് യാത്ര ചെയ്തിരുന്ന കൊടുമൺ സ്വദേശിനി ആയിട്ടുള്ള ജ്യോതിലക്ഷ്മി എന്ന പെൺകുട്ടിക്ക് ബസ്സിൻ്റെ ചില്ല് ഉടഞ്ഞ് അവശിഷ്ടങ്ങൾ കണ്ണിൽ തെറിച്ച് പരിക്കേറ്റു. ആ കല്ലാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇതര ജീവനക്കാർ അതോടൊപ്പം തന്നെ സഹയാത്രക്കാരായിട്ടുള്ള ആളുകളും ചേർന്ന് ജ്യോതിലക്ഷ്മി ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് അവരുടെ സ്ഥിതി അല്പം മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സ്ഥിതിഗതികൾ മെച്ചമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ സ്വപ്ന ബസ്സിൻ്റെ ഡ്രൈവർ അതോടൊപ്പം തന്നെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ നിബുമോൻ ബസ്സിൻ്റെ ഡ്രൈവർ ഷാജി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരു വാഹനങ്ങളും പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ബസ്സുകൾ രണ്ടും ഇപ്പോൾ അഴൂർ ഭാഗത്ത് പോലീസിൻ്റെ തന്നെ കസ്റ്റഡിയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കോഴഞ്ചേരി പത്തനംതിട്ട റൂട്ടിന് പുറമെ സ്വകാര്യ ബസ്സുകൾ മത്സര ഓട്ടം നടത്തുന്ന മറ്റ് നിരവധി ഇടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. RTO ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ കൂടി വാഹനങ്ങൾ പരിശോധിക്കുകയാണ്. കേസിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. അപ്പോൾ ഇത് RTO തലത്തിൽ ഇപ്പം ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കാനാണ് നമ്മൾ വന്നത്. അപ്പം ഡ്രൈവർമാരെയും ഓണറിനെയും നമ്മളിപ്പം RTO മുമ്പായി ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം ലൈസൻസ് സസ്പെൻഷനിലേക്കുള്ള നടപടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റായ ഒരു നടപടിയാണ് കാണിച്ചത്. നമുക്കും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. നമ്മൾ പ്രശ്നം മാക്സിമം ഒഴിവായി പോകുന്ന ഒരാളാണ്. കാരണം ഞാൻ വലിയൊരു മുതലാളിയോ ഒന്നുമല്ല. എനിക്ക് 10-50 വണ്ടിയില്ല. ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടാണ് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ നടപടിക്കാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും തീരുമാനമെടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടം തടയിടുന്നതിനായി കൂടുതൽ പരിശോധനകൾക്ക് കൂടി തീരുമാനമുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.